വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ എറണാകുളം ജില്ലയിൽ മാമലക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പോയപ്പോൾ ഉള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു നമ്മളവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല നമ്മൾ ഈ റീൽസിലൂടെയൊക്കെ കണ്ടിട്ട് മാമലക്കണ്ടം മൊത്തം ഒന്ന് നേരിട്ട് കണ്ട് എക്സ്പ്ലോർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തത്. അപ്പോൾ മാമലക്കണ്ടം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ഹൈസ്കൂളും അതിൻ്റെ ബാക്കിലൂടെ നല്ല ഭംഗിയായിട്ട് ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടമാണ് അല്ലേ. ആ ഒരു ലൊക്കേഷനിൽ തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്തതും. ഗോൾഡൻ റോക്ക് എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേയിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അധികമായിട്ടില്ല, ഒരു ഹോം സ്റ്റേ അവിടെ വന്നിട്ട് ഏകദേശം ഒരു 3 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ വൈകിട്ട് ഒരു 4-5 മണി സമയത്തോട് കൂടിയിട്ടാണ് നമ്മളവിടെ എത്തിയത്. എല്ലാവരും ചായ കുടിച്ച് ഫ്രഷായി വൈകിട്ട് ഡിന്നറിനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കൂടിയിട്ടുള്ള കുക്കിങ്ങും പിന്നെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ആ ഒരു നൈറ്റ് ഫുൾ എല്ലാവരും അടിച്ചു പൊളിച്ചു. അപ്പോൾ ആ ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മൾ മാമലക്കണ്ടത്തുള്ള മറ്റുള്ള ലൊക്കേഷൻസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ശരിക്കും പോയത് കേട്ടോ. അപ്പോൾ പുലർച്ചെ ഒരു 5:30 സമയമായപ്പോഴേക്കും മലയുടെ മുകളിലൊക്കെ നിറച്ച് കോട വന്ന് നിറഞ്ഞിങ്ങനെ കാണാമായിരുന്നു. രാവിലെ സമയത്ത് ആ മലയുടെ മുകളിലേക്ക് നമ്മളെ ആ ഹോം സ്റ്റേയിലെ ചേട്ടൻ കൊണ്ടുപോയിരുന്നു. നല്ലൊരു വ്യൂ പോയിൻ്റ് കാണിക്കാനായിട്ട് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റില്ല, അത് ഭയങ്കര റിസ്ക്കിയാണ്. എങ്കിലും ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ നിയറസ്റ്റ് ആയിട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. ആ ഒരു മലയുടെ പകുതി എത്തുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റ് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ക്ലൈമറ്റും ആയിരുന്നു കേട്ടോ. തലേ ദിവസം രാത്രിയിൽ ചെറുതായി മഴ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മലയുടെ മുകളിൽ കുറച്ച് വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് റിസ്ക് തന്നെയായിരുന്നു. എങ്കിലും എല്ലാവരും കെയർഫുള്ളായിട്ട് ആ മലയുടെ മുകളിലേക്ക് കയറിയിട്ടോ. അതുമാത്രമല്ല മഴ പെയ്തത് കൊണ്ട് തന്നെ തലേ ദിവസത്തേക്കാളും ആ വെള്ളച്ചാട്ടത്തിന് ഫോഴ്സ് കൂടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിന് സൗണ്ട് നന്നായിട്ട് കേൾക്കാമായിരുന്നു കേട്ടോ. അതും ആ ഒരു സമയത്ത് നല്ല ഭംഗി കൂട്ടിയിരുന്നു. അങ്ങനെ നമ്മൾ ആ മലയുടെ ടോപ്പിലെത്തി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അത് മാത്രമല്ല നമുക്ക് ഫോണിൽ കാണുന്നതിനേക്കാൾ എത്രയോ മനോഹരമായിരുന്നു നേരിട്ട് ആ ഒരു വ്യൂ പോയിൻ്റ് കാണാനായിട്ട്. മലയുടെ മുകളിലൊക്കെ നിറച്ച് കോട വന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിന്ന് ഹോം സ്റ്റേയും അതിന് തൊട്ട് മുമ്പിലായിട്ട് ആ ഒരു ഗവൺമെൻറ് ഹൈസ്കൂളും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പോയത് ആ ഹോം സ്റ്റേയുടെ താഴെ ചെറിയൊരു കുളമുണ്ട്. ആ കുളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ആ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണത്. അപ്പോൾ കുളത്തിൽ എല്ലാവരും ആർമാദിച്ചു എന്ന് തന്നെ പറയാം. ഭയങ്കര പ്രൈവസി ആയതുകൊണ്ട് തന്നെ എല്ലാവരും നീന്തിയും കുളിച്ചൊക്കെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നീട് ഫ്രഷായി നമ്മൾ നേരെ പോകുന്നത് ട്രക്കിങ്ങിനാണ്.
അത് പറ്റില്ല. കയറണം, ഇത് വളരെ കയറണം. അങ്ങനെ നീണ്ട നേരത്തെ ഒരു അഡ്വഞ്ചറസ് ഓഫ് റോഡിങ്ങിന് ശേഷം നമ്മൾ ആദ്യം ഒരു ചെറിയ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ കുറച്ച് നേരം നിർത്തി അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കണ്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ മെയിൻ ലൊക്കേഷനിലേക്കാണ് പോയത്. പിന്നീട് നമ്മൾ പോയ ലൊക്കേഷൻ്റെ പേര് കൊയിനിപ്പാറ എന്നാണ്. മാമലക്കണ്ടത്തെ പ്രധാന ഒരു ലൊക്കേഷനാണ്. അവിടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ് ഈ ഒരു കൊയിനിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തു. ശരിക്കും ഞങ്ങൾ പോയത് ഒരു ഉച്ച സമയത്താണ്. ആ ഒരു സമയം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. ശരിക്കും രാവിലെ സമയത്തൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു, നല്ല കോടയൊക്കെ വന്നിട്ട്. അപ്പം രാവിലെയോ അല്ലെങ്കിൽ ഈവനിങ് ടൈമൊക്കെയാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ പിന്നീട് പോകുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് മുനിപ്പാറയാണ്. ആ മുനിപ്പാറയിലേക്ക് നമ്മൾ പോകുന്നത് ഈ കാണുന്ന ഉരുളിക്കുഴി വാട്ടർഫോൾസ് കടന്നിട്ട് വേണം. നല്ല ഭംഗിയുള്ളൊരു ലൊക്കേഷനായിരുന്നു, ഭംഗിയുള്ളൊരു വാട്ടർഫോൾസ് ആണത്. ഒരുപാട് പേര് അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വാട്ടർഫോൾസ് കടന്നിട്ട് വേണം നമുക്ക് മുനിപ്പാറയിലേക്ക് കയറാനായിട്ട്. അങ്ങനെ ലാസ്റ്റ് ലൊക്കേഷനായിട്ടുള്ള മുനിപ്പാറയിലേക്ക് എത്തി. അവിടെ ഒരു മുനിയറ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 2000-2500 വർഷത്തോളം പഴക്കമുള്ള ഒരു മുനിയറയാണത്. എന്തൊക്കെയോ ഐതിഹ്യങ്ങൾ കൂടുതലുള്ള ഒരു സ്ഥലമായിരുന്നു. കൂടുതലായിട്ടൊന്നും നമുക്കറിയില്ല കേട്ടോ. ശരിക്കും മാമലക്കണ്ടം വന്നിട്ടുള്ള ഈ ഒരു ഓഫ് റോഡ് ട്രക്കിംഗ് എക്സ്പീരിയൻസ് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. മുമ്പ് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ട്രക്കിങ്ങിന് പോയിട്ടുണ്ടെങ്കിലും ഇത്രയും അഡ്വഞ്ചറസും അതുപോലെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് ട്രക്കിങ് എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. ശരിക്കും മാമലക്കണ്ടം വരുന്നവർ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ നീണ്ട ഒരു 1.5 മണിക്കൂർ സമയത്തെ ഒരു ഓഫ് റോഡ് ട്രക്കിങ്ങിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ മലയും കാടും പുഴയൊക്കെ നിറഞ്ഞ കാനന ഗ്രാമമായിട്ടുള്ള മാമലക്കണ്ടം വന്ന വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.